മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്കെതിരായ കേസിൽ വിചാരണ ആരംഭിച്ചു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ കോട്ടയം വിജിലൻസ് കോടതിയാണ് വിചാരണ നടക്കുന്നത്. ടോമിൻ തച്ചങ്കരി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 2003 ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി എത്തുന്നത് മുൻ പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി അനധികൃതമായി വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു കേസ്. ഈ പരാതി 2003 ഉയരുകയും 2007 കൂടിയാണ് ഈ സംഭവത്തിൽ ഒരു വിജിലൻസ് ഒരു കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത്. ഈ കേസെടുത്ത് അന്വേഷണ പരിധിയിൽ പരിശോധനാ കാലയളവിൽ ഏതാണ്ട് 64 ലക്ഷം രൂപ അനധികൃതമായി ടോമിൻ ജെ തച്ചങ്കരി സമ്പാദിച്ചു എന്നത് കണ്ടെത്തിയിരുന്നു. ആ പണം പിടിച്ചെടുത്തിരുന്നു. 64 ലക്ഷം രൂപ അത്തരത്തിൽ വരവിൽ കൂടുതലുള്ള സ്വത്തായി കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ടിൽ ഏതാണ്ട് 134% വരവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ കണ്ടെത്തൽ റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് ടോമിൻ ജെ തച്ചങ്കരി തന്നെ ഉന്നയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുനരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിലേക്ക് നീങ്ങിയിരുന്നു. പക്ഷേ ഈ ഉത്തരവ് പിന്നീട് കോടതിയുടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് റദ്ദാക്കുകയാണ് ചെയ്തത്. അതായത് ഇത്തരത്തിൽ കുറ്റവാളിയായി കണ്ടെത്തിയിട്ടുള്ള ഒരാൾക്ക് തന്നെ ഒരു പ്രതിയുടെ ആവശ്യപ്രകാരം ഇത്തരത്തിൽ തുടരന്വേഷണം നടത്തുന്നത് കഴിയില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി തീർച്ചയായും വിചാരണ നേരിടണമെന്നുള്ള ഉത്തരവ് നൽകിയത്. ആ ഉത്തരവിന്റെ പേരിലാണ് അതിന്റെ തുടർച്ചയെന്ന വണ്ണമാണ് ഇപ്പോൾ ഇന്ന് കോട്ടയം വിജിലൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് ടോമിൻ ജെ തച്ചങ്കരി കോട്ടയത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരായി. ഏതാണ്ട് ഡിസംബർ വരെ നീളുന്ന തുടർച്ചയായിട്ടുള്ള ഒരു വിചാരണയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് 5 പേരെ വിചാരണയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് കോടതി നീങ്ങിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ 64 ലക്ഷം രൂപ അനധികൃതമായി സ്വത്തായി സമ്പാദിച്ചു എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു നീക്കുപോക്കുകൾ, അതായത് ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരത്തിലെ സർക്കാർ ടോമിൻ ജെ തച്ചങ്കരിക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നടക്കമുള്ള വിമർശനം ഇതോടകം തന്നെ ഉണ്ടായിരുന്നു. കാരണം പ്രതിയായിട്ടുള്ള ടോമിൻ ജെ തച്ചങ്കരിയുടെ ആവശ്യപ്രകാരം തുടരന്വേഷണത്തിന് ഉത്തരവിട്ടതെല്ലാം അസ്വാഭാവികമാണെന്നും അത് നിയമസാധുതയില്ല എന്നെല്ലാമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നിരുന്ന കാര്യം. ഏതായാലും ഇപ്പോൾ ഇതിന്റെ ഹൈക്കോടതി സർക്കാരിന്റെ ആ നീക്കങ്ങളെയെല്ലാം തടഞ്ഞുകൊണ്ട് വിചാരണ നേരിടണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും അതിനനുസരിച്ച് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോട്ടയം വിജിലൻസ് കോടതിയിൽ ടോമിൻ ജെ തച്ചങ്കരി ഹാജരായിരിക്കുന്നത്.